നമസ്കാരം. സാരംഗി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ എന്നും മാറ്റി നിർത്തപ്പെട്ടവരാണ് ദളിത് സമൂഹം. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനു വേണ്ടി മാത്രം ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ ഉപയോഗിക്കുന്ന പാരമ്പര്യമാണ് ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ പിന്തുടരുന്നത്. എന്നാൽ തമിഴ് വിജയ് എന്ന തമിഴ് മെട്രിക് കഴകം നേതാവ് പുതിയൊരു ചരിത്രം കുറിക്കുകയാണ്. മുഖ്യമന്ത്രിയായി വിജയ് അധികാരമേൽക്കുമ്പോൾ അത് വെറുമൊരു ഭരണമാറ്റമല്ല, മറിച്ച് ദളിത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനുള്ള വലിയൊരു വിപ്ലവത്തിൻ്റെ തുടക്കമാണ്. വിജയുടെ രാഷ്ട്രീയ പാർട്ടിയെ ടി.വി.കെ രൂപീകരണ വേളയിൽ തന്നെ കൃത്യമായ സൂചന നൽകിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഭാരവാഹികളിലും സ്ഥാനാർത്ഥികളിലും സിംഹഭാഗവും വരുന്നത് ദളിത് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നാണ്. അധികാരം താഴെത്തട്ടിലുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന് വിജയ് തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ തെളിയിക്കുന്നു. കാലങ്ങളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദളിത് നേരിടുന്ന അവഗണനയ്ക്കും അറുതി വരുത്തുന്നതിനാണ് വിജയ് ലക്ഷ്യമിടുന്നത്. മുഖ്യമന്ത്രി പദവി ഇരുന്നുകൊണ്ട് അദ്ദേഹം നടപ്പിലാക്കുന്ന ഓരോ പദ്ധതിയും ദളിത് സമൂഹത്തിൻ്റെ ഉന്നമനത്തിനും പ്രാതിനിധ്യം നൽകുന്നവയാണ്. രാഷ്ട്രീയത്തിൽ ദളിത് പ്രാതിനിധ്യം ഉറപ്പാക്കിയ വിജയ് വിദ്യാഭ്യാസം, തൊഴിൽ മേഖലകളിലും ഇവർക്ക് മുഖ്യധാരയിലേക്ക് വരുവാനുള്ള വഴികൾ തുറന്നു നൽകുന്നു. ദളിത് സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിലൂടെ പുതിയൊരു തമിഴ് നാടിനെയാണ് വിജയ് വിഭാവന ചെയ്യുന്നത്. വരും വർഷങ്ങളിൽ ഇന്ത്യ ഉറ്റുനോക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ കേന്ദ്രബിന്ദുവായി വിജയ് മാറുമെന്നതിൽ സംശയമില്ല. അധികാരം ജനങ്ങളിലേക്കും പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്കും എത്തുമ്പോൾ വിജയിൻ്റെ രാഷ്ട്രീയം പൂർണ്ണതയിലാകുകയാണ്. സാരംഗി ന്യൂസിനു വേണ്ടി ജയകുമാർ.